ഹരേ കൃഷ്ണ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ദേവിയുടെ അടുത്ത 2 നാമങ്ങളുടെ അർത്ഥം നോക്കാം. ഗൂഢഗുൽഫ കൂർമ്മപൃഷ്ഠജയിഷ്ണു പ്രഭധാന്വിത. ഇതിൽ ഗൂഢഗുൽഫ എന്നത് 42ാമത്തെ നാമവും കൂർമ്മപൃഷ്ഠജയിഷ്ണു പ്രഭധാന്വിത എന്നത് 43ാമത്തെ നാമവുമാണ്. ഗൂഢഗുൽഫ എന്ന നാമത്തിൻ്റെ അർത്ഥം പുറത്തേക്ക് തള്ളി നിൽക്കാത്ത കണങ്കാലുകളോട് കൂടിയവൾ, അതായത് ഗൂഢമായ കണങ്കാലുകൾ എന്നർത്ഥം. അടുത്തത് കൂർമ്മപൃഷ്ഠജയിഷ്ണു പ്രഭധാന്വിത. കൂർമ്മപൃഷ്ഠ എന്നാൽ ആമയുടെ പുറന്തോടുപോലെ, ജയിഷ്ണു തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന, പ്രഭധാന്വിത പാദങ്ങളുടെ മുകൾ ഭാഗത്തോടു കൂടിയവൾ. ഈ നാമത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം പുറത്തേക്ക് തള്ളി നിൽക്കാതെ മാംസളവും സുന്ദരവുമായ കണങ്കാലുകളോടു കൂടിയവളും ആമയുടെ പുറന്തോടിൻ്റെ ആകൃതിയെപ്പോലും വെല്ലുന്ന വിധം മിനുസവും തിളക്കവുമുള്ള പാദങ്ങളോട് കൂടിയവളുമായവളാണ് ദേവി എന്നാണ്. അതായത് സ്ത്രീകളുടെ കണങ്കാലിലെ എല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കാൻ പാടില്ല. ദേവിയുടെ കണങ്കാലുകൾ അത്തരത്തിൽ അതീവ സുന്ദരമാണ്. അതുപോലെ പാദങ്ങളുടെ മുകൾ ഭാഗം ആമയുടെ പുറന്തോട് പോലെ അല്പം ഉയർന്നതും എന്നാൽ മിനുസമുള്ളതുമാണ്. ദേവിയുടെ സാരി നിലത്തു മുട്ടുന്നതുപോലെ താഴ്ത്തി ധരിച്ചിരിക്കുന്നത് കൊണ്ട് ദേവിയുടെ ആ നെര്യാണി മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ ഭാഗം ആർക്കും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് ഗൂഢമായിരിക്കുന്നു. ദേവിയുടെ പാദങ്ങൾ അഭയം തേടുന്നവർക്ക് ഉറപ്പുള്ള ആമയുടെ പുറന്തോടുപോലെ സംരക്ഷണം നൽകുന്നതാണ് എന്നാണ് വശിന്യാദിവാഗ് ദേവതമാർ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.